നിങ്ങളുടെ മുഖം വെട്ടിത്തിളങ്ങാൻ കൊതിയുണ്ടോ? എന്തൊരു ചോദ്യമാണ് ഉസ്താദേ. അതിനല്ലേ ഈ കണ്ട ക്രീമുകളൊക്കെ മേടിച്ച് നമ്മളീ പുരട്ടണത്. എന്നാൽ സിമ്പിളായിട്ടൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ക്രീമുകളൊക്കെ മാറ്റി വെച്ചോ. ഒരു ചെറിയ സൂറത്ത് പനിനീരിൽ മന്ത്രിച്ചിട്ട് നിങ്ങളുടെ മുഖത്തൊന്ന് തടവിയാൽ മതി. മുഖം വല്ലാതെ അങ്ങ് പ്രകാശിക്കും. അതുമാത്രമല്ല, ആ സൂറത്തിന് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഗർഭിണിയായ സ്ത്രീ ആ സൂറത്ത് നമ്മൾ പറയുന്നത് പോലെ പ്രയോഗിച്ചാൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് നല്ല ബുദ്ധിശക്തി ഉണ്ടാകുമത്രേ. അതുപോലെ നമ്മുടെ മക്കൾ നന്നാകാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ പല രൂപത്തിൽ ഈ സൂറത്ത് നമ്മെ സഹായിക്കുമെന്നുള്ളതാണ്. ഏതാണ് ആ സൂറത്തെന്ന് പഠിക്കണ്ടേ? അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പി അല്ലേ? എപ്പോഴും ഹാപ്പി ആയിരിക്കണം കേട്ടോ. അൽഹംദുലില്ലാ. നമ്മളീ പഠിക്കുന്ന ബോധ്യത്തിൽ പറയണ മനുഷ്യന് പിന്നെ ഹാപ്പിനെസ് അല്ലെങ്കിൽ എന്തുണ്ടാവുക? അള്ളാഹു ലൈഫ് അടിപൊളിയാക്കി തരട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം എന്താണ് ഈ മുഖസൗന്ദര്യം എന്ന് പറഞ്ഞാൽ? ഒരുപാട് വെളുത്തങ്ങ് തുടുത്തിരിക്കലാണോ? അതൊന്നുമല്ല. വെളുക്കലോ കറുക്കലോ ഒന്നുമല്ല മുഖസൗന്ദര്യത്തിന് നിദാനം. നമ്മൾ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രകാശം ഫീൽ ചെയ്യണം അല്ലേ? ഒരു ഈമാനികമായ സംഗതി അല്ലേ? വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും ചില ആളുകളെ കാണുമ്പോൾ ആ മുഖത്ത് എന്തൊരു പ്രകാശമാണ് അല്ലേ? ചില ആളുകൾ വെളുത്തിരിക്കുമ്പോൾ ഭയങ്കര വെളുത്തിരിപ്പുണ്ടാവും, പക്ഷേ മുഖത്തോട്ട് നോക്കിയാൽ ഒരു ഈമാനില്ലാട്ട മുഖത്ത്. അതിൽ ചില ആളുകൾ കറുത്തിരിപ്പണം. എന്നാൽ ചില നൈജീരിയക്കാരെ കാണുമ്പോൾ, ആഫ്രിക്കൻസിനെ കാണുമ്പോൾ, ചില അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ചില മനുഷ്യന്മാരൊക്കെ, ആഫ്രിക്കയിലുള്ള ചില ആളുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ ആ മുഖത്ത് തന്നെ വല്ലാത്തൊരു നൂറ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുകയാണെന്ന് പറയും അല്ലേ? അപ്പോൾ ഈ വെളുക്കലോ കറുക്കലോ ഒന്നുമല്ല സൗന്ദര്യത്തിന് നിദാനം എന്ന് പറയേണ്ടത്. ആ മുഖത്തൊരു പ്രകാശം, വല്ലാത്തൊരു പ്രകാശം. അത് അള്ളാഹ് തന്നെ തരണം നമുക്ക്. അത് അള്ളാഹു തന്നെ തരണം. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ മനോഹരമായി ആ സൗന്ദര്യം നമുക്ക് വർദ്ധിപ്പിച്ച് തരാനായിട്ട് ഒരു ചെറിയൊരു സൂറത്തുണ്ട് അല്ലേ? ചെറിയൊരു സൂറത്തുണ്ട്. ആ സൂറത്ത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് പഠിക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ മാറാൻ നമ്മുടെ മക്കൾ അനുസരിക്കുന്നില്ല എന്നുള്ള സങ്കടം എത്ര മനുഷ്യന്മാർക്കാൻ. മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കണില്ല, ഭയങ്കര വാശിയാണ്. മക്കളുടെ വാശി മാറ്റാനുള്ളൊരു വഴിയും ഈ സൂറത്തിലുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വങ്ങളുള്ളൊരു സൂറത്താണ്. ഏതാണ് ആ സൂറത്ത്? എങ്ങനെയാണത് പ്രയോഗിക്കേണ്ടത്? നമുക്ക് പഠിക്കണ്ടേ? ഏതാണ് ആ സൂറത്ത്? ആ സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നെഹർ എന്നാണ്. അതേതാണപ്പം അങ്ങനൊരു സൂറത്ത്? സൂറത്തു നെഹർ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. എന്നാൽ നമുക്ക് കേട്ടൊരു പേരുണ്ട്, സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ ഇത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടോ? ആദ്യം മനസ്സറിഞ്ഞൊന്ന് നോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സദഖല്ലാഹുൽ അസീം. എന്താണ് ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം? ഇത് ശരിക്കൊന്ന് മനസ്സിലാക്കണം. എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചൊരു സൂറത്താണ്. ഒരിക്കൽ കഅബാലയത്തിലേക്ക് പോകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ ആസിബിന് വായിൽ എന്ന് പറയുന്നൊരു മനുഷ്യനോട് നിൽപ്പുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിച്ചു, എവിടെ പോയി വരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇയാൾ തിരിച്ചിങ്ങനെ കുറേശ്ശികൾ ഇരിപ്പുണ്ടായിരുന്നു അവിടെ. അങ്ങോട്ട് ചെല്ലുമ്പോൾ ആസിബ് ഇതാരാണ്? നീ ആരോടാ സംസാരിച്ചത്? അത് നമ്മുടെ അബുത്തറാണ് എന്ന് പറഞ്ഞു. അബുത്തർ എന്ന് പറഞ്ഞാൽ വാലറ്റവൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടികളൊക്കെ വഫാത്തായിപ്പോയി ചെറുപ്പത്തിലല്ലേ, പെൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഹബീബായ തങ്ങൾക്ക് പരമ്പര ഉണ്ടാവില്ല, അതുകൊണ്ട് വാലറ്റവൻ എന്നൊരു പേര് അവിടെ ഇടുകയാണ് അവർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അവനിത് പറയുമ്പോൾ എൻ്റെ ഹബീബ് ഇത് കേൾക്കുകയാണ്. അവിടുത്തെ മനസ്സിൽ വല്ലാത്തൊരു വേദന, വല്ലാത്തൊരു പ്രയാസം. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാലറ്റവൻ എന്നവൻ വിളിച്ചില്ലേ, വല്ലാത്തൊരു പ്രയാസം എൻ്റെ ഹബീബിനുണ്ടായി. മുത്തുനബി വേദനിച്ചാൽ അള്ളാഹ്ക്കത് ഇഷ്ടാവോ? അള്ളാഹ്ക്ക് സഹിക്കോ? ഉടനെ വരികയാണ് സയ്യിദുന റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. സങ്കടപ്പെടേണ്ട നബിയെ, സങ്കടപ്പെടേണ്ട. എന്നിട്ട് ഓതിക്കൊടുക്കാൻ ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. നിശ്ചയം അള്ളാഹു താങ്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നില്ലേ നബിയേ?
കയ്യും കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളത് എൻ്റെ ഹബീബിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ ഹബീബാണ്, അള്ളാഹുവിൻ്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റൊരർത്ഥം ഇന്ന അഅ്തൈനാക്കൽ കൗസർ, അങ്ങേക്ക് അള്ളാഹു ഹൗദുൽ കൗസർ തന്നില്ലയോ നബിയേ, ഫസല്ലി ലി റബ്ബിക വൻഹർ, അങ്ങ് അള്ളാഹുവിന് നന്ദി ചെയ്ത് ധാരാളം നിസ്കരിച്ച് അതുപോലെ തന്നെ ബലിയെറുക്കണേ നബിയേ എന്നാണ്. ആ നിസ്കാരത്തിൻ്റെ ഒരു മനോഹാരിതയൊക്കെ നമുക്ക് കാണാം അല്ലേ. പാതിരാത്രി സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വന്ന് വീർത്തു. ആയിഷ ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അഫല അകൂന അബ്ദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ? ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ? പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഇല്ല കേട്ടോ ഈ സംഗതി. അതായത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിന്ന് നിസ്കരിച്ചു, കാലിൽ നീര് വന്ന് വീർത്തു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടായി എന്ന്. നമ്മളങ്ങനെ ആ അർത്ഥത്തിൽ വായിക്കുകയാണ്. അല്ല. അതായത് ശരിക്കും അങ്ങനെ വായിക്കണം. അള്ളാനെ പ്രണയിച്ച എൻ്റെ ഹബീബ് നിന്ന് നിസ്കരിച്ചപ്പോൾ കാലിൽ നീര് വന്ന് വീർത്തത് പോലും എൻ്റെ ഹബീബ് അറിഞ്ഞിട്ടില്ല. അത്രമേൽ ഗാഢമായ പ്രണയം, റബ്ബുൽ ആലമീനോടുള്ള പ്രണയം. പറയും വെച്ചെന്നെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്തൊരു ഫീല്. അള്ളാനെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഹബീബിൻ്റെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം സുബ്ഹാനക്കയാണ്. എൻ്റെ ഹബീബിനെ പോലെ അള്ളാഹുവിലേക്ക് അടുത്ത് ആരാനുള്ളത്? അള്ളാഹിനെ കണ്ടത് എൻ്റെ ഹബീബ് അല്ലാതെ ആരാനുള്ളത്? ജിബ്രീൽ പോലും കണ്ടിട്ടില്ലല്ലോ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് നിസ്കരിക്കണ നബിയെ, ബലിയെറുക്കണ നബിയെ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അങ്ങല്ല നബിയെ വാലറ്റത്. ഈ പറഞ്ഞവൻ അങ്ങയെ വാലറ്റവനെന്ന് വിളിച്ചല്ലോ, അവനാണ് നബിയെ വാലറ്റ് പോയത്. അവന്മാരുടെ വാലണറ്റത്. ഹബീബായ തങ്ങൾക്ക് വാലറ്റിട്ടില്ലല്ലോ. എൻ്റെ ഹബീബിനെ അറിയാത്ത ആരാണുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പരമ്പര ഇന്നുണ്ട് ഫാത്തിമ ബീവിയിലൂടെ. അത് മുത്തുനബിയുടെ മുഅ്ജിസത്താണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലൂടെ ഈ ലോകത്ത് തങ്ങന്മാരിങ്ങനെ വ്യാപിച്ച് കിടക്കല്ലേ, എല്ലായിടത്തും ലോകം മുഴുവനും ഉണ്ട്. എന്നാൽ ഈ കളിയാക്കിയവൻ്റെ പരമ്പരയെ ആരാണ് അറിയുന്നത്? അവനാണ് നബിയെ വാലറ്റ് പോയതെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇത് എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ച സൂറത്താണ്. മുത്തുനബിയെ സന്തോഷിപ്പിച്ചൊരു സൂറത്ത് ഓതുമ്പോൾ നമുക്കൊരു സന്തോഷം വേണ്ടേ? ആ സന്തോഷത്തോടുകൂടെ ഓതണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ ഖറഅഹ സഖാഹുല്ലാഹു മിൻ അൻഹാരിൽ ജന്ന. ഈ സൂറത്ത് കഴിയുന്നത്ര, ചില ഒരെണ്ണാണെങ്കിൽ ഒരെണ്ണം നിങ്ങളെ കൊണ്ട് ഡെയിലി പതിവാക്കാൻ പറ്റിയാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗീയ പാനീയങ്ങളിൽ നിന്ന്, സ്വർഗീയ നദികളിൽ നിന്ന് അള്ളാഹു കുടിപ്പിക്കും. നിസ്കാരമില്ല, ഒന്നുമില്ല. ഈ സൂറത്ത് ഓതി നടന്നിട്ട് കാര്യമില്ല കേട്ടോ. നിസ്കാരവും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അതോടൊപ്പം ഈ സൂറത്തൊന്ന് ഓതിയൊക്കെ അടിപൊളിയായി തീരും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ബലിപെരുന്നാൾ ദിവസം ലോകത്ത് എത്ര മൃഗങ്ങളെ അറുത്തു, അത്രയും ഇരട്ടി അല്ലാഹു റബ്ബുൽ ആലമീൻ മഹത്വം ഈ സൂറത്ത് ഓതുന്നവർക്ക് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു പ്രത്യേകതയുണ്ട്, ഹൃദയത്തിനൊരു അലിവില്ല ഉസ്താദേ, ഒരു അലിവ് തോന്നുന്നില്ല, മനസ്സങ്ങടെ അലിയണില്ല എന്നാണ്. മനസ്സലിവ് വേണോ? ഈ സൂറത്ത് പതിവായി അതിൻ്റെ സന്ദർഭമൊക്കെ ചിന്തിച്ച് എൻ്റെ ഹബീബിനെ സന്തോഷിപ്പിച്ച സൂറത്ത് എന്നുള്ള ബോധ്യത്തിൽ ഓതിക്കോ, അലിവെല്ലാം താനേ ഉണ്ടാകും. നാലാമത്തൊരു പ്രത്യേകത, മക്കൾ അനുസരിക്കണില്ല, ഭയങ്കര വാശിയാന്നേ, പറഞ്ഞ കേൾക്കൂല. ഈ വാശി കൂടാൻ കാരണം പാപ്പായുമായി തന്നെയാണ്, നിങ്ങളുടെ കയ്യിലിരിപ്പാണ്. നിങ്ങൾ ഒച്ചപ്പാടും ബഹളവും പരസ്പരമുള്ള തല്ലുപിടിക്കലൊക്കെ പിള്ളേർ കാണുകയല്ലേ, പിന്നെ എങ്ങനെ മക്കൾ എന്നാവണേ? ആ വാശിയല്ലേ പിള്ളേർക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ ഡയലോഗും എന്തോരം കഷ്ടപ്പെട്ടാലും പിന്നെ ഈ ഡയലോഗ് അടിക്കണ നേരം കൊണ്ട് നിങ്ങളൊന്ന് നന്നായി കാണിച്ചാൽ മതി, മക്കൾ നന്നായിക്കോളും. ഇരിക്കട്ടെ, നിങ്ങൾ ഇടയ്ക്കിടെ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ സൂറത്തുൽ കൗസർ ഓതിയിട്ട് മന്ത്രിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അവരുടെ വാശി കുറയുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈമാൻ ഉറക്കാൻ. ഈമാനിന് പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് യുക്തിവാദികളുടെയൊക്കെ പ്രസംഗം കേട്ടുപോകുന്നു. മനസ്സിലിങ്ങനെ മുത്തുനബിയെക്കുറിച്ച്, അള്ളാഹിനെക്കുറിച്ചൊക്കെ ഓരോരോ സംശയങ്ങൾ ജനിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, ഒരു യുക്തിവാദിയുടെ പ്രസംഗവും കേൾക്കാൻ പോകണ്ട, പുത്തൻവാദിയുടെ പ്രസംഗവും കേൾക്കാൻ പോകണ്ട. സാധാരണക്കാർക്ക് അത് ഹറാമാണ്. പണ്ഡിതന്മാർക്ക് അതിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി കേൾക്കാം. സാധാരണക്കാരനത് കേൾക്കൽ നിഷിദ്ധാണ്. ഈമാൻ തെറ്റിപ്പോവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ ഉറയ്ക്കാൻ ഈ സൂറത്ത് പതിവായി ഓതുക. ഇനി മറ്റൊരു പ്രത്യേകത എന്താണ്, മഴ പെയ്യുന്ന സമയം, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടല്ലേ, മഴ പെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് ഓതിയിട്ട് എന്ത് ചോദിച്ചാലും ഒന്ന് തരും. നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറാദുണ്ട്. മഴ പെയ്യണ സമയത്ത് സൂറത്തുൽ കൗസർ ഇങ്ങനെ ഓതിക്കോ. മുത്ത് ഹബീബിനെ ചിരിപ്പിച്ച സൂറത്ത്, നമ്മുടെ മനസ്സിലും ചിരി വളരട്ടെ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി നമ്മുടെ മുഖത്തും ഇങ്ങനെ വിരിയട്ടെ. എന്നിട്ട് ആ മഴ പെയ്യുന്ന സമയത്ത് കൈകൾ ഉയർത്തി റബ്ബുൽ ആലമീനോട് ഈ സൂറത്ത് ഓതിയിട്ട് ചോദിച്ചാൽ അള്ളാഹു ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. മറ്റൊരു പ്രത്യേകത, വെള്ളിയാഴ്ച രാവും പകലും വരാനിരിക്കുന്നു അല്ലേ.
വെള്ളിയാഴ്ച രാവും പകലും 100 തവണ, രാവോ അല്ലെങ്കിൽ പകലോ ഏതെങ്കിലും സമയത്ത് 100 തവണ സൂറത്തുൽ കൗസർ ഓതുക. അതോടൊപ്പം 100 സ്വലാത്തും ചൊല്ലുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കനവിൽ കാണും. വാ, കനവിൽ കാണാൻ വെറുതെ സ്വലാത്തും സൂറത്തും മാത്രം ഓതിയിട്ട് കാര്യമില്ല, കൊതി വേണം, അതിയായ കൊതി. എൻ്റെ ഹബീബിനെ കാണണം, എൻ്റെ ഹബീബിനെ കാണണം. വരും, അവിടെ നിന്ന് കൈവിടൂലല്ലോ. അവിടെ നിന്ന് കാരുണ്യത്തിൻ്റെ നേതാവല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു പ്രത്യേകത, ഈ 3 ആയത്തുകൾ, ചെറിയ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണത്. ഈ 3 ആയത്തുകൾ മുഴുവൻ മുത്ത് ഹബീബിൻ്റെ മൗലിദാണ്, മുത്ത് ഹബീബിൻ്റെ മദ്ഹാണ്. ഇതിങ്ങനെ ചൊല്ലുന്നത് എൻ്റെ ഹബീബിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് പതിവാക്കുന്ന നമ്മളെ ആർക്കിഷ്ടപ്പെടും? അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിന് കാരണമാകും. മുത്ത് ഹബീബ് ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനി മറ്റൊരു പ്രത്യേകത, ഒരുപാട് ഗർഭിണികൾ നമ്മുടെ സദസ്സിലുണ്ട്. ഗർഭിണികളായ സഹോദരിമാർ ഒരു വെള്ള പ്ലേറ്റ്, വേറെ വരകളോ പാടുകളോ ഒന്നുമില്ലാത്ത പ്ലെയിനായ വെള്ള പ്ലേറ്റ് എടുക്കുകയാണ്. അതിൽ കുങ്കുമം ചാലിച്ച മഷി കൊണ്ട് കുങ്കുമപ്പൂ ഇങ്ങനെ പൊടിച്ചിട്ട് കലക്കിയ, വെള്ളത്തിൽ കലക്കിയ ആ മഷിയോ, അതാണ് ഏറ്റവും നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ പനിനീര്, ശുദ്ധമായ പനിനീര് കൊണ്ടോ ഈ സൂറത്ത് എന്ത് ചെയ്യുക, പ്ലേറ്റിൽ എഴുതിയിട്ട് അത് മായ്ച്ചിടയ്ക്കിടെ കുടിക്കുന്നത് നമുക്ക് ജനിക്കുന്ന കുഞ്ഞിന് ബുദ്ധി കൂർമ്മതി ഉണ്ടാകാൻ സഹായകമാണെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ പിഞ്ഞാണെഴുത്തൊക്കെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി എഴുതി കൊടുത്തിട്ടുണ്ട്, നമ്മളോട് എഴുതാൻ കൽപ്പിച്ചിട്ടുണ്ട്. സുഖപ്രസവത്തിനൊക്കെ ചില സൂറത്തുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൂറത്ത് കുഞ്ഞിന് ബുദ്ധി കൂർമ്മത ഉണ്ടാകാൻ പിഞ്ഞാണം എഴുതി കൊടുത്താൽ വളരെ നല്ലതാണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നു. വിശ്വാസമുള്ളവർ ചെയ്യുക അല്ലേ? അലി റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നു, നമുക്ക് ചെയ്യുന്നതിന് എന്താ പ്രശ്നം? വിദ്യാർത്ഥി അവരെങ്ങോട്ട് മാറ്റി വെച്ചോ അല്ലേ? അത് നമ്മുടെ ബിസിനസ് അല്ല. നമുക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആൻ തന്നത് മാഹുവ ശിഫാഉം വറഹ്മ, ഇത് ശിഫയുമാണ്, ഇത് ശിഫയുമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. മറ്റൊന്ന്, ഇനി നമ്മൾ പ്രധാനപ്പെട്ട വിഷയം ഗ്ലാമർ കൂടാൻ. ഞാൻ പറയും, ഗ്ലാമർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെളുത്ത് തുടുക്കലോ കറുത്തിരുണ്ടിരിക്കലോ ഒന്നുമല്ല. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രകാശം ഫീൽ ചെയ്യണം. ഒരു പ്രകാശം ഫീൽ ചെയ്യണം. എന്ത് ചെയ്യണമെന്നറിയോ? നല്ല ശുദ്ധമായ പനിനീരെടുത്തിട്ട് ആ പനിനീരിലേക്ക് മന്ത്രിക്കുക. ഈ സൂറത്ത് നിങ്ങളുടെ എണ്ണ ഒന്നും പറയണില്ല, കൃത്യമായ എണ്ണൊന്നുമില്ല, നിങ്ങൾ ധാരാളം മന്ത്രിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മുഖത്തൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക. അതൊരു പ്രകാശം. കെട്ടിയോളോട് കെട്ടിയോൻ ചോദിക്കും, എന്താണ് ഇത് രാവിലെ പോയപ്പോൾ ഇത്ര ഗ്ലാമറൊന്നും ഉണ്ടായില്ലല്ലോ, പല വെട്ടി തുടങ്ങിയപ്പോണ്ടല്ലോ, ഏത് ഫെയർ ആൻഡ് ലവ്ലിയാണ് നീ ഉപയോഗിച്ചതെന്നാണ്? ഇത് പടച്ചോൻ്റെ ഫെയർ ആൻഡ് ലവ്ലിയാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് പറയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇത് പതിവായി ചെയ്താൽ മുഖത്തിങ്ങനെ ഒരു പ്രകാശം ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രത്യേകത, ടെൻഷൻ. എപ്പോഴും ടെൻഷനാണ് ഉസ്താദേ, സമാധാനമില്ല. എല്ലാ ദിവസവും സൂറത്തുൽ കൗസർ 111 തവണ ഓതാ. എത്ര തവണ? 111 തവണ ഓതിയിട്ട് അള്ളാഹിനോട് ദ്വാരക്ക് എൻ്റെ ടെൻഷൻ മാറ്റിത്തരണേ എന്ന്. ഡെയിലി ഇത് പതിവാക്കുക. നിസ്കാരം കാര്യങ്ങളൊക്കെ വേണം കേട്ടോ, പതിവാക്കുക. അള്ളാഹു ടെൻഷനൊക്കെ മാറ്റിത്തരും ഈസി ആയിട്ട്. ഇനി മറ്റൊരു പ്രത്യേകത, ഹത്തും തീർത്തതിൻ്റെ പ്രതിഫലമാണ് മനസ്സറിഞ്ഞൊരു സൂറത്തുൽ കൗസർ ഓതിക്കഴിഞ്ഞാലെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അവസാനമായൊരു കാര്യം കൂടെ, വിഷമമുണ്ടോ മനസ്സിൽ? ഒരുപാട് സങ്കടങ്ങളുണ്ടോ, വേദനകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ? ഈ സൂറത്തിനോളം വേറൊരു മരുന്ന് എന്താ ഉള്ളത്? കാരണം എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമം തീർത്തു കൊടുത്ത സൂറത്താണ്. ഈ ബോധ്യം മനസ്സിലുണ്ടായിരിക്കണം. എൻ്റെ ഹബീബിൻ്റെ സങ്കടം മാറ്റിയ സൂറത്ത് എൻ്റെ സങ്കടവും മാറ്റും. എൻ്റെ ഹബീബിൻ്റെ സങ്കടം മാറിയാൽ അവിടുത്തെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നാൽ എൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടരും. ആനന്ദമാണ്. ഇപ്പോൾ പതിവായി തോതുക. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. 2-ാം ഉമർ എന്നറിയപ്പെടുന്ന മഹാൻ ഏതാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഒരുപാട് സങ്കടങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ വെച്ചൊരു സഹോദരനെ കണ്ടു. അദ്ദേഹം വിദേശത്ത് നിന്ന് അദ്ദേഹം നാട്ടിലേക്ക് വന്നതാണ്, പ്രവാസിയാണ്, ചാവക്കാട്ടുകാരൻ.
അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റാണ്. അസുഖബാധിതനാണ്. അള്ളാഹു പരിപൂർണ്ണ സൗഖ്യം കൊടുക്കട്ടെ. എന്താണോ ഹൈർ അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കട്ടെ. അതുപോലെ സ്വഭാവ ഹൈറിൽ പങ്കെടുക്കുന്ന മറ്റൊരു സഹോദരിയെ കണ്ടു, അവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ ദിനേന കാണുകയാണ്. യാ റബ്ബന, ഞങ്ങളുടെ കുടുംബത്തെ നീ സ്വീകരിക്കണേയല്ല. ഈ സ്വഭാവുൽ ഹൈർ എന്ന മനോഹരമായ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേയല്ല. ഈ സദസ്സ് വീട്ടിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഭവനങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേയല്ല. അസുഖങ്ങളെ ഉയർത്തിക്കളയണേയല്ല. മക്കളെ നന്നാക്കണേയല്ല. ശോഭനമായ ഭാവി നൽകണേയല്ല. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, വിജയം നൽകണേയല്ല. എക്സാമുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, നീ ഹൈറായ ഭാവി നൽകണേയല്ല. യാ റബ്ബന, സിഹ്റുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല. കടബാധ്യതകൾ ഏറ്റെടുക്കണേയല്ല. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ പലരും ഖബറിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈ മനസ്സലാമത്താക്കണേയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.